ചികിത്സാ പിഴവിനെ തുടർന്ന് നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയ സംഭവത്തിൽ അർഹമായ നഷ്ടപരിഹാരവും സർക്കാർ ജോലിയും വേണമെന്ന് സുമയ്യ. ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ നിയമപരമായി മുന്നോട്ടു പോകും. ശസ്ത്രക്രിയ നടത്താനുള്ള നീക്കം ഉപേക്ഷിച്ചത് വിദഗ്ധ ഡോക്ടേഴ്സിന്റെ പരിശോധനയ്ക്ക് ശേഷമാണ്. ഇന്നലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വിദഗ്ധ സംഘം നടത്തിയ 2 ശസ്ത്രക്രിയകളിലും ഗൈഡ് വയർ പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല. വയർ പുറത്തെടുത്താൽ സുമയ്യയുടെ ജീവന് തന്നെ അപകടമുണ്ടാകുമെന്ന് സ്ഥിരീകരിച്ചതോടെയാണ് ശ്രമം ഉപേക്ഷിച്ചത്. തുടർന്ന് സുമയ്യയെ ഡിസ്ചാർജ് ചെയ്തു. നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സുമയ്യയുടെയും കുടുംബത്തിന്റെയും തീരുമാനം. ഇത് രണ്ടറ്റവും താഴ്ഭാഗത്തും മുകൾ ഭാഗത്തും ഇത് ഒട്ടിപ്പോയി, അല്ലാതെ ബാക്കിയുള്ളിടം ഒട്ടിയിട്ടില്ല. അപ്പം ഇത് എടുക്കണ്ട, അതവിടെ ഇരുന്നോട്ട് റിസ്ക് ആണെന്ന് പറഞ്ഞു, അതുകൊണ്ട് എടുത്തില്ല. നിയമമായിട്ട് മുന്നോട്ട് പോകാം. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ തൈറോയ്ഡ് ഗ്രന്ഥി നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയക്കിടെയാണ് ഗൈഡ് വയർ സുമയ്യയുടെ നെഞ്ചിൽ കുടുങ്ങിയത്. ശസ്ത്രക്രിയക്കിടെയുണ്ടായ പിഴവ് കാരണം വർഷങ്ങളായി സുമയ്യ ശ്വാസതടസ്സം ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുകയാണ്. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ രാജീവ് കുമാറിനെതിരെ കേസ് എടുത്തതല്ലാതെ ആരോഗ്യവകുപ്പ് ഒരു തരത്തിലുള്ള നടപടിയും എടുത്തില്ലെന്ന് സുമയ്യയും കുടുംബവും ഇപ്പോഴും ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.